ഹലോ, നമസ്കാരം. ലേഖാംബുജാക്ഷൻ. മുടിയൊന്നും പറഞ്ഞതനുസരിക്കുന്നേ ഇല്ല. എങ്ങനെയല്ലോ വന്നൊക്കെ നോക്കറ. ഇതൊന്നും ഇങ്ങനെ നിക്കുന്നില്ല, നേരെ മുകളിലോട്ട് ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ നിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഞങ്ങളെല്ലാവരും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോവാന്ന്. അമ്മായിയുണ്ട്, അമ്മയുണ്ട്, മക്കൾ, മോനൊക്കെ പുറകിൽ. അപ്പൊ എല്ലാരും പറയാറില്ലേ, മൂകാംബികയില് പോകണമെങ്കില്, കൊല്ലൂര് പോകണമെങ്കില് ദേവി നമ്മളെ വിളിക്കണം എന്ന് പറയാറില്ലേ? സത്യം പറഞ്ഞ കൊറേ നാളായി ആഗ്രഹിക്കുന്നു പോകാൻ വേണ്ടി. അതൊക്കെ എന്റെ മുടി കാണുമ്പോ ചിരി വരും. പിന്നെ അപ്പൊ ദേവി നമ്മളെ വിളിച്ചതായിരിക്കാം. കാരണം ഭയങ്കര ആഗ്രഹം പോകാൻ. പമ്പൂട്ടമ്മ പോയി വരാം, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത്ര ആഗ്രഹം കൊണ്ട് ഒന്ന് പോയി വരാന്ന് പറഞ്ഞു. മാത്രല്ല എനിക്ക് കുറച്ച് എഴുതണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ദൈവം അനുവദിച്ചാൽ ഒരു പടത്തിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അമ്പോട്ടൻ പറഞ്ഞു, കലാദേവി അല്ലേ, കലാദേവി ആയതുകൊണ്ട് നമുക്ക് പോയി പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും എന്തുണ്ടെങ്കിലും നമുക്കൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ മൂകാംബിക പോയി പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ ഒരു യാത്രയാണ് നമ്മൾ. എല്ലാരും ഉണ്ട്. എല്ലാരും സ്വാമിയാണ്. അമ്മ സ്വാമിയാണ്, അമ്മായി സ്വാമിയാണ്, വാവ സ്വാമിയാണ്, അല്ല അമ്മ സ്വാമിയെന്ന് പറഞ്ഞ അമ്മ പൊന്നൂസും സ്വാമിയാണ്. അങ്ങനെ എല്ലാരും സ്വാമിയാണ്, ഞാൻ മാത്രാണ്. അതിനിടയിലേ ഞാനിങ്ങനെ പറയാണ്, ഒരു സെക്കൻഡ്, ഞാൻ പിന്നെ എനിക്ക് മാലയിടാൻ പറ്റില്ലല്ലോ, 50 വയസ്സാവണല്ലോ മാലയിടാൻ കഴിയണം തോന്നുന്നു അല്ലേ? പക്ഷെ ഞാൻ പീരീഡ്സ് ആവാറില്ല എന്ന് എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം. കാരണം എന്റെ 2 ഓവറിയും കളഞ്ഞതാണല്ലോ, റേഡിയേഷൻ ചെയ്ത് കളഞ്ഞാണ്. അപ്പൊ പലരും പറയുന്നത് കേട്ടു, സന്നിധാനം വരെ പോകുന്നതിന് കുഴപ്പമില്ല, 18ാം പടി കയറാൻ മാത്രം വിടാതിരിക്കുക എന്നൊക്കെ പറയാൻ. എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നല്ല. ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എനിക്ക് ഭയങ്കര, ഞാൻ അയ്യപ്പ ഭക്തിയാണ്. പക്ഷെ എല്ലാം എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ അങ്ങനെ പോകാൻ പാടുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം ആരെങ്കിലും. ഇത് കമന്റ് ചെയ്തിട്ട് താഴെ വരെ പോയിരിക്കാം, സന്നിധാനത്തിൽ അവിടെ പോയി വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവരെല്ലാരും മാളികപ്പുറത്തിന്റെ ആടെല്ലാം പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് എന്നോട് പറയണം. ഒരു ധിക്കാരിയായിട്ടൊന്നും തോന്നരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പോകാൻ പറ്റുവാണെങ്കിൽ, ഏതായാലും ഞാൻ അങ്ങനെ ഒന്നും ആവാത്ത ഞാൻ പരിശുദ്ധയാണ്. അങ്ങനെ പീരീഡ്സ് ഒന്നും ആവുന്നില്ല, ഞാൻ പരിശുദ്ധയാണ്, എന്റെ മനസ്സും പരിശുദ്ധമാണ്. അപ്പം എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. വലിയ കാര്യമായിരിക്കും. നല്ല BP ആണ്. BP ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി. 180, 111, 118 ആയിട്ടുണ്ട് ഇന്നലെ. പെട്ടെന്ന് അടിച്ചു കിടത്തിയതുപോലെ. ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. ഭയങ്കര സങ്കടമായി പോയി, BP ആയിപ്പോയിട്ട്. ഇന്ന് രാവിലെ ഭയങ്കര BP ആയിരുന്നു. ടാബ്ലറ്റ് എടുത്തപ്പോ കുറച്ച് നോർമൽ ആയിട്ടുണ്ട്. ഇന്നലെ എന്തെന്ന് മാവേ. അപ്പോ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ എന്തായാലും വ്ളോഗ് എടുക്കാൻ നോക്കുമ്പോൾ ചാർജ് തീർന്നു പോയി. ഇതിന്റെ ക്യാമറയുടെ ചാർജ് തീർന്നു പോയിട്ടുണ്ട്. ചാർജ് ചെയ്തതിനു ശേഷം എന്തായാലും വ്ളോഗ് എന്തായാലും എടുക്കും. ഇല്ലെങ്കിൽ ഞാൻ അമ്പോട്ട മൊബൈലായാലും എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ കാണാം. ഓക്കെ, ബൈ.